എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാൻ സാധിക്കുക. റിസൾട്ട് ജൂൺ 10 പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷം ജൂൺ 15 ആയിരുന്നു ഈ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം +2 റിസൾട്ട് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു +1 റിസൾട്ടും നേരത്തെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട്, അതായത് ഇവിടെ മുകളിലായിട്ട് തന്നെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വൊക്കേഷണൽ ആണെങ്കിൽ VHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകാനുള്ള ഭാഗം. അതിനുശേഷം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ഇവിടെ സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എല്ലാ വിദ്യാർത്ഥികളും +1 ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ +1ൽ മിനിമം മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒരു വർഷം തന്നെ നേടണമെന്നില്ല, 2 വർഷം കൂടി നിങ്ങൾക്ക് 36 48 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +1 പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു മാർക്ക് കൂടി +2 പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24 മാർക്കാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ആ ഒരു കുറഞ്ഞ മാർക്ക് നിങ്ങൾ ആ ഒരു +2 പരീക്ഷയോടൊപ്പം വാങ്ങിച്ചാൽ മതി. ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രിയിൽ ജയിക്കാനായിട്ട് 18 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കരുതുക. പക്ഷെങ്കിൽ 12 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ 12 ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബാക്കിയുള്ള 6 മാർക്ക് കൂടി കൂട്ടിയിട്ട്, അതായത് ഈ ഒരു +2 പരീക്ഷയിൽ 24 മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം 60-ൽ 18 മാർക്കോ 80-ൽ 24 മാർക്കോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡബിൾ പാസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് 60-ൽ 36ഉം അതുപോലെ 80-ൽ 48 മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ +2ൽ എത്ര മാർക്ക് ലഭിച്ചാലും ജയിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു കുറഞ്ഞ മാർക്ക് കൂടി വിദ്യാർത്ഥികൾ +2വിന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നീട് നന്നായിട്ട് പഠിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ +2വിന് മിനിമം അതായത് +1ന് മിനിമം 18 അല്ലെങ്കിൽ 24 മാർക്ക് വാങ്ങിക്കാതിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ചിലാണ് നടത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള ചാനലുകളിൽ നിന്നും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക്, അതായത് മിനിമം മാർക്ക് ഈ ഒരു 18 24 ലഭിക്കാതെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് +2വിന് നന്നായിട്ട് പഠിച്ച് ആ ഒരു വിഷയങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് +1ൽ കുറവുള്ള മാർക്ക് കൂടി നിങ്ങൾ വാങ്ങിക്കുക. ഇപ്പോൾ +1ന് 6 മാർക്കാണ് കുറവ് കെമിസ്ട്രിയിൽ ഉള്ളതെങ്കിൽ 18ഉം 6ഉം 24 മാർക്ക് നിങ്ങൾ ആ ഒരു +2 പരീക്ഷയിൽ കെമിസ്ട്രിക്ക് വാങ്ങിക്കുക. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 24 മാർക്കിൽ 20 മാർക്കേ ഉള്ളൂവെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ആ ഒരു കുറവുള്ള 6 മാർക്ക് കൂടി, അതായത് 6 അല്ല 4 മാർക്ക് കൂടി 28 മാർക്ക് ജയിക്കാനായിട്ട് വാങ്ങിക്കുക. ഈ ഒരു രീതിയിൽ +1ന് കുറവുള്ളതിനേക്കാൾ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം പറ്റുന്നുവോ അതിനനുസരിച്ച് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് +1ന് ഇപ്പോൾ 18ന് പകരം നിങ്ങൾക്കൊരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യേണ്ടത്, +2 സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക്, അതായത് ഏകദേശം ഒരു 40 അല്ലെങ്കിൽ ഒരു 50 മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മുതൽ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് എടുക്കുന്ന പാഠങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് എന്താണ് എന്നുള്ള ഈ ആ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വിദ്യാർത്ഥികളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്,
നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മിനിമം വേണ്ട മാർക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ ബാക്കി മാർക്ക് പ്ലസ് ടുവിന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പ്ലസ് ടു ഫെയിൽഡ് ആകും. വീണ്ടും പരീക്ഷയൊക്കെ എഴുതിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ജയിക്കാനായിട്ട്. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്നതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് പിന്നീട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാവുകയും അതുപോലെ തന്നെ പിന്നീടുള്ള പല അഡ്മിഷനുകൾക്ക് അത് ഉപകാരപ്രദം ആവുകയും ചെയ്യുന്നതാണ്. അത് നഴ്സിംഗ് പോലുള്ള, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അതായത് മെഡിക്കൽ ഫീൽഡ് പോലുള്ള കോഴ്സുകളിലൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പ്ലസ് ടു നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.